നമുക്കറിയാം മഹാത്മാഗാന്ധിയെ വധിച്ച നാഥുറാം വിനായക് ഗോഡ്സെയെ കുറിച്ച്. ഗോഡ്സെയെ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ടി വന്ന ജഡ്ജിയുടെ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പരതി നടക്കുന്ന ഒരു പോസ്റ്റുണ്ട്. ഇന്ത്യയുടെ ചരിത്രം വായിക്കുകയും പഠിക്കുകയും അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഏതൊരാളും കാണണം, അതറിയണം. ആ പോസ്റ്റ് വർഷങ്ങളായി മിന്നി മറഞ്ഞു പോകുന്ന പോസ്റ്റുകൾ. എനിക്ക് ആ പോസ്റ്റ് എപ്പോൾ കിട്ടിയാലും അന്ന് അത് ഇരുത്തിയത് വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 100-ലധികം തവണ ഇതേ പോസ്റ്റ് തന്നെ എനിക്ക് ഷെയർ ചെയ്തു വരികയും ഞാനത് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. നാഥുറാം ഗോഡ്സെ കേസ് കേൾക്കുകയും നാഥുറാം ഗോഡ്സെക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്ത ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് GD ഖോസ്ല. ഗോഡ്സെയെ തൂക്കിലേറ്റിയതിനു ശേഷം ജഡ്ജി തന്റെ ദി മർഡർ ഓഫ് മഹാത്മാ ആൻഡ് അതർ ഈ കേസുകൾ ഫ്രം എ ജഡ്ജസ് ഡയറി എന്ന ഒരു പുസ്തകത്തിൽ പേജ് നമ്പർ 305-306 പറയുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിശദമായ പോസ്റ്റാണത്. ഒരു ജഡ്ജ് എന്ന നിലയിൽ അദ്ദേഹത്തിന് മനസ്സിലായ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് വരും തലമുറയെ കൈപിടിച്ചു കൊണ്ടുപോയി കണ്ണു തുറക്കാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ അറിവും മികവും അനുഭവ പരിജ്ഞാനവും നമുക്കതിൽ നിന്ന് ഒരുപാട് മൊറാലിറ്റിയും ലഭിക്കേണ്ടുന്ന രൂപത്തിൽ ഒരറിവ്. കോടതിയിൽ 5 മണിക്കൂർ നീണ്ട പ്രസ്താവനയിലാണ് ഗോഡ്സെ തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. അത് 90 പേജുകളിലായി അവതരിപ്പിച്ചു. 5 മണിക്കൂർ തുടർച്ചയായി സംസാരിച്ചു. ഗോഡ്സെ പ്രസംഗം നിർത്തിയപ്പോൾ ശ്രോതാക്കളെല്ലാം സ്തംഭിച്ചുപോയി, അസ്വസ്ഥരായി. ഒരു നിശബ്ദത അദ്ദേഹം പറഞ്ഞു നിർത്തിയപ്പോൾ സ്ത്രീകളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു, പുരുഷന്മാരുടെയും കണ്ണുകൾ നിറഞ്ഞു തുവാല തിരയുകയായിരുന്നു. അന്ന് കോടതിയിൽ ഹാജരായ ആളുകളെ ഉൾപ്പെടുത്തി ഒരു ജൂറി രൂപീകരിക്കുകയും ഗോഡ്സെയുടെ കാര്യത്തിൽ വിധി പറയാൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർ ഗോഡ്സെയെ നിരപരാധി എന്ന് വൻ ഭൂരിപക്ഷത്തോടു കൂടി പ്രഖ്യാപിക്കുമായിരുന്നു എന്നതിൽ എനിക്ക് സംശയമില്ല എന്നാണ് ജഡ്ജ് ആ പേജിൽ തുടങ്ങുന്നത് തന്നെ. ഗോഡ്സെയുടെ പ്രസ്താവന കേട്ടപ്പോൾ അദ്ദേഹത്തിന് വധശിക്ഷ നൽകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് ജഡ്ജ് പറയുന്നു. പക്ഷേ കോൺഗ്രസ് സർക്കാരിന്റെയും നെഹ്റു ഭരണകൂടത്തിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഞാൻ നിർബന്ധിതനായി എന്നാണ് ജഡ്ജി രേഖപ്പെടുത്തുന്നത്. ഗോഡ്സെക്ക് വധശിക്ഷ വിധിച്ചതിലൂടെ ഞാൻ ചെയ്ത പാപം എന്താണ് എന്ന് എനിക്കറിയാമെന്ന് ജഡ്ജി പറയുന്നു. അതുകൊണ്ട് തന്നെ യമരാജന്റെ ഭയങ്കരമായ ഒരു ശിക്ഷ എന്നെ കാത്തിരിക്കുന്നു. ഒരു നിരപരാധിയെയും വലിയ ദേശസ്നേഹിയെയും ഞാൻ വധശിക്ഷയ്ക്ക് വിധിച്ചു. അതിനായി ദൈവം എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിന്റെ പേജിൽ എഴുതി പിടിപ്പിക്കുന്നു. സനാതന മതത്തിന്റെ എല്ലാ അനുയായികളും ഇന്ത്യയിലെ സനാതന ജനങ്ങളോടുള്ള കോൺഗ്രസിന്റെ മഹത്തായ നേട്ടങ്ങളെക്കുറിച്ചും ഇരുണ്ട പ്രവൃത്തികളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രത്യേക അജണ്ട എന്ത് എന്ന് കാണുക. കഴിഞ്ഞ 65 വർഷമായി സനാതന ഹിന്ദുക്കൾക്ക് വേണ്ടി കോൺഗ്രസ് ഒരു പണിയും ചെയ്തിട്ടില്ല, ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ അത് മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ചെയ്തത് എന്ന് ആരാണ് പറയുന്നത്? അതിനുദാഹരണം ഇതാണ്, വായിക്കൂ. ഇതാണ് ആ പേജ്. പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം, ബംഗ്ലാദേശ് സൃഷ്ടിച്ചത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം, കാശ്മീരിൽ ആർട്ടിക്കിൾ 370 നടപ്പാക്കിയത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം, ന്യൂനപക്ഷ ബിൽ ഉണ്ടാക്കിയത് മുസ്ലിങ്ങൾക്ക് മാത്രം, മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഉണ്ടാക്കിയത് മുസ്ലിങ്ങൾക്ക് മാത്രം, ന്യൂനപക്ഷ മന്ത്രാലയം രൂപീകരിച്ചത് മുസ്ലിങ്ങൾക്ക് മാത്രം, വഖഫ് ബോർഡ് രൂപീകരിച്ചത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഭൂമി തട്ടിയെടുത്ത് ഇസ്ലാമിക വൽക്കരണം ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം, ന്യൂനപക്ഷ സർവകലാശാല സൃഷ്ടിച്ചത് മുസ്ലിങ്ങൾക്ക് മാത്രം, ഇന്ത്യ വിഭജിക്കപ്പെട്ടത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം, മുസ്ലിമുകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ആരാധനാലയ നിയമങ്ങൾ, മുസ്ലിങ്ങളുടെ മദ്രസകൾ നടത്താൻ ഹിന്ദു ക്ഷേത്രങ്ങളിലെ പണം തട്ടിയെടുക്കാൻ നിയമമുണ്ടാക്കിയത്, മുസ്ലിങ്ങൾക്ക് ഹജ്ജ് തീർത്ഥാടനത്തിന് സർക്കാർ സബ്സിഡി നൽകാൻ നിയമമുണ്ടാക്കിയത്, മുസ്ലിങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ അവതരിപ്പിച്ച വർഗീയ കലാപ വിരുദ്ധ ബില്ല്
ബില്ല് വിരുദ്ധമാണ്. എന്നാൽ ഈ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കാൻ അനുവദിക്കാത്തത് അന്നത്തെ BJPയുടെ ശക്തമായ എതിർപ്പൊന്നുകൊണ്ട് മാത്രമാണ്. ഈ ബില്ല് പാസ്സായാൽ മുസ്ലിം കലാപങ്ങൾക്ക് എതിരായി നടപടിയെടുക്കാൻ സാധ്യമല്ല. മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം വീണ്ടും ഈ ബില്ല് പാസ്സാക്കാനാണ് കോൺഗ്രസ് വീണ്ടും കൊണ്ടുവന്നത്. നിശബ്ദമായി രാജ്യത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ഒരുക്കങ്ങൾ കോൺഗ്രസ് നടത്തിയിരുന്നു. കോൺഗ്രസുകാർക്കും ഹിന്ദുക്കൾക്കും സംവരണത്തിന്റെ ആക്രോശം നൽകിയാൽ മതി. ഹിന്ദു സമൂഹം എപ്പോഴും ചിതറിക്കിടക്കും, പരസ്പരം പോരടിക്കും. തന്നെയുമല്ല, ഗസ്വായി ഹിന്ദ് അഥവാ ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രവാചക യുദ്ധം എന്നാണ്. ഒരു ദിവസം തങ്ങളുടെ മുജാഹിദുകൾ ഇന്ത്യ കീഴടക്കുമെന്നും എല്ലാ വിഗ്രഹാരാധകരും ഇസ്ലാമിന്റെ കാൽ കീഴിൽ വരുമെന്ന് മുഹമ്മദ് നബി പ്രവചിച്ചിരിക്കുന്നു. ഹിന്ദുക്കളുടെ ഇസ്ലാമികവൽക്കരണത്തിന്റെ ഗൂഢാലോചന മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? എങ്ങനെയാണ് ഇന്ത്യയെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നത്? അതിന്റെ റിസർച്ചിലായിരുന്നു കോൺഗ്രസ് സർക്കാർ. ഇന്ത്യയിൽ റെയിൽവേയും പ്രതിരോധ വകുപ്പും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് വഖഫ് ബോർഡ്. ഏതാണ്ട് 8 ലക്ഷം ഏക്കർ ഭൂമി. എങ്ങനെയാണ് വഖഫ് ബോർഡിന് ഇത്രയും ഭൂമി ലഭിച്ചത്? അതറിയണമെങ്കിൽ കോൺഗ്രസിന്റെ ഇസ്ലാം മത പ്രീണന ചരിത്രം പഠിക്കണം. 1947 ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്ത ഹിന്ദുക്കളുടെ ഭൂമി അവിടുത്തെ സർക്കാർ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ചെന്ന മുസ്ലിങ്ങൾക്കാണ് നൽകിയത്. കുറെയൊക്കെ പാകിസ്ഥാനി മുസ്ലിങ്ങൾ കയ്യേറുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയിൽ നിന്ന് പോയ മുസ്ലിങ്ങൾ ഉപേക്ഷിച്ച ഭൂമി ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദുക്കൾക്കല്ല നൽകിയത്. മറിച്ച് വഖഫ് ബോർഡ് നിയമമുണ്ടാക്കി ആ ഭൂമിയെല്ലാം മുസ്ലിം അധീനതയിൽ തന്നെ നിലനിർത്തി. കാരണം ഇനിയും ഒരിക്കൽ കൂടി രാജ്യം പിളർത്തേണ്ടി വന്നാലോ? വഖഫ് ബോർഡ് വളരണ്ടേ? 1984 വരെ ഇത്തരത്തിലുള്ള ഭൂമി രാജീവ് ഗാന്ധി പഞ്ചാബിലും ഹരിയാനയിലും എല്ലാം വഖഫ് ബോർഡിന് കൈമാറ്റം ചെയ്തുകൊണ്ടേയിരുന്നു. കോൺഗ്രസ് അന്നുണ്ടാക്കിയ വഖഫ് നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ച് ബോർഡിന് ഒരു മുസ്ലിമിന്റെ ഭൂമിയാണ് എന്ന വാദമുയർത്തി ഇന്ത്യയിലെ ഏത് ഭൂമിയിലും അവകാശവാദം ഉന്നയിക്കാം. എറണാകുളത്ത് ചെറായിയില് 600-ലധികം ക്രിസ്ത്യൻ കുടുംബങ്ങളും ഒരു ക്രിസ്ത്യൻ പള്ളിയും നിലനിൽക്കുന്ന 404 ഏക്കർ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചത് വിവാദമായത് ഈയിടെയാണ്. അവരങ്ങനെ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഭൂമി കൈവശം വച്ചിരിക്കുന്ന ആള് അത് തന്റെ ഭൂമിയാണ് എന്ന് മുസ്ലിങ്ങൾക്ക് മാത്രം അംഗങ്ങളായിട്ടുള്ള വഖഫ് ട്രൈബ്യൂണലിന് മുമ്പിൽ തെളിയിക്കണം. ഈ ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെ അപ്പീല് പോകാനും സാധ്യമല്ല. 2014 അതായത് പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പത്തെ വർഷം ഡൽഹിയിലെ കണ്ണായ സ്ഥലത്തുള്ള 123 വസ്തുവകകളാണ് കോൺഗ്രസ് സർക്കാർ യാതൊരു കൂടിയാലോചനയും കൂടാതെ വഖഫ് ബോർഡിന് കൈമാറിയത്. 2013 ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം ആരുടെയും സ്വത്ത് തട്ടിയെടുക്കാൻ വഖഫ് ബോർഡുകൾക്ക് പരിധിയില്ലാത്ത വിധം അധികാരം നൽകുന്നതിന് വേണ്ടി ഈ നിയമം 2013 ഭേദഗതി ചെയ്തു കൊടുക്കുകയാണ്. ഇനി എന്താണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് ചെയ്തു തരേണ്ടത്? ഇത്രയും മതിയോ എന്നൊരു ചോദ്യം മാത്രം ബാക്കി. നന്ദി.